നിങ്ങളുടെ കുടുംബജീവിതവും വ്യക്തിബന്ധങ്ങളും തകർക്കുന്ന ആ വില്ലൻ ഇതാണ്. നമസ്കാരം. കഴിഞ്ഞ 2 മാസങ്ങൾക്കിടയിൽ കേരളത്തിൽ കുടുംബകലഹങ്ങളെ തുടർന്നുണ്ടായ പല മരണങ്ങളുടെയും കാരണം അവഗ്രഹിക്കുമ്പോൾ പങ്കാളികളുടെ ചില ഗുരുതരമായ വ്യക്തിത്വ വൈകല്യങ്ങളാണ് അവരെ സ്വയം ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. പ്രകാരമുള്ള വ്യക്തിത്വ വൈകല്യങ്ങളിൽ പ്രധാനി നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ NPD ആണ്. നമ്മളിൽ പലർക്കും അറിയില്ല ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്താണെന്ന്. എന്താണ് ഈ വ്യക്തിത്വ വൈകല്യം? ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഈ സ്വഭാവ വൈകല്യത്തിന് ചികിത്സയുണ്ടോ എന്ന് തുടങ്ങി നമ്മൾ ഏവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ സമഗ്രമായി ITV ന്യൂസ് പ്രേക്ഷകരുമായി ഇന്ന് പങ്കുവയ്ക്കുവാൻ നമ്മോടൊപ്പം ഉള്ളത് പ്രമുഖ സൈക്കോളജിസ്റ്റ് ഡോക്ടർ വാണി ദേവിയാണ്. ഡോക്ടർ വാണി ദേവി തിരുവനന്തപുരം ജവഹർ നഗർ OB സ്ട്രീറ്റിൽ പ്രവർത്തിക്കുന്ന എൻലൈറ്റ് സെന്റർ ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിന്റെ സ്ഥാപകയും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമാണ്. കുട്ടികളിലെയും മുതിർന്നവരിലെയും മാനസികാരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുള്ളവർക്ക് വിളിക്കുവാൻ ഡോക്ടറുടെ നമ്പർ ഞങ്ങൾ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട്. ഈ അറിവുകൾ നമുക്കേവർക്കും വളരെയേറെ പ്രയോജനം ചെയ്യുമെന്ന് ഉറപ്പാണ്. ഡോക്ടർ വാണി ദേവിയെ ഈ ചർച്ചയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇടം ഇന്ന് പല കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, വിവാഹമോചന കേസുകൾ ഉണ്ടാകുമ്പോൾ ഉയർന്നു കേൾക്കുന്ന ഒരു പദമാണ് എൻ്റെ പങ്കാളി ഒരു നാർസിസ്റ്റാണ്, അവരുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനോ ഒരു സാധ്യതയുമില്ല, അതുകൊണ്ട് എനിക്ക് വിവാഹമോചനം വേണം. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ഉണ്ടായ ദാരുണമായ ചില മരണങ്ങൾ, ആ ആത്മഹത്യയ്ക്ക് കാരണവും പലരും കുടുംബാംഗങ്ങൾ തന്നെ പറഞ്ഞു കേൾക്കുകയുണ്ടായി. പങ്കാളി ഒരു നാർസിസ്റ്റ് ആയിരുന്നു, ഇവരുടെ പീഡനം അല്ലെങ്കിൽ ഇവരുടെ ആ സ്വഭാവ സവിശേഷത സഹിക്കാൻ പറ്റാതാണ് അവർ ജീവനൊടുക്കിയത് എന്നൊക്കെ തരത്തിലുള്ള ഒരു പരാമർശങ്ങൾ ഉണ്ടായി. അതുപോലെ തന്നെ പല മാതാപിതാക്കളും ഇതൊക്കെ കണ്ടിട്ട് നമ്മളെ വിളിക്കുകയുണ്ടായി, എൻ്റെ കുടുംബത്തിലും ഇതുപോലെ പ്രശ്നങ്ങളുണ്ട്, ഇത്തരം സ്വഭാവ സവിശേഷത കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്, ആത്മഹത്യ മാത്രമേ ഒരു വഴിയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ലോകമെമ്പാടുമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു വിഷയത്തെക്കുറിച്ചൊരു നാർസിസ്റ്റ് അല്ലെങ്കിൽ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. അന്നേരം മേഡം ഒന്ന് വിശദീകരിക്കാമോ, എന്താണ് ഈ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ? നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ സെൽഫ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഞാൻ ഏറ്റവും കൂടുതലും സ്നേഹിക്കുന്നത് ആരെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ എന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. പക്ഷെ ഒരു നാർസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ എന്നെ സ്നേഹിക്കുക എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഇയാൾക്ക് മറ്റുള്ളവരെ കൺസിഡർ ചെയ്യാൻ പറ്റാതിരിക്കുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ സവിശേഷത. എനിക്ക് എന്നോട് സ്നേഹമുണ്ട്, അതിനോടൊപ്പം എനിക്ക് വേറൊരാളോട് എമ്പതി തോന്നുകയും അയാളുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാൻ പറ്റുകയും വേറൊരാളോട് സിമ്പതി ഉണ്ടാവുകയും അവരുടെ വേദന എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുകയും അവരുടെ സന്തോഷം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അതേസമയം ഒരു നാർസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത് ആ വ്യക്തി മാത്രമാണ്. അത് അയാളുടെ ഇമോഷൻ ആയാലും അയാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് ആയാലും അയാളുടെ സുഖസൗകര്യങ്ങളായാലും അയാളുടെ തീരുമാനങ്ങളായാലും എന്ത് തന്നെ ആയാലും അയാളാണ്, ആ വ്യക്തിയാണ് അയാൾക്ക് ഏറ്റവും വലിയ പ്രയോറിറ്റി. ഇതിനോടൊപ്പം ആ പ്രയോറിറ്റിയെ ഗോള് സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഗോളിലേക്ക് റീച്ച് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഇടയിൽ ചുറ്റുമുള്ള മറ്റ് വ്യക്തികളെ കൺസിഡർ ചെയ്യാൻ അറിയാതിരിക്കുക, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസിന് വാല്യൂ കൊടുക്കാതിരിക്കുക, മറ്റാൾക്കാരോട് എമ്പതി ഇല്ലാതിരിക്കുക എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യമാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് നമുക്ക് ചുരുക്കി പറയാൻ പറ്റും. ഇത് കുടുംബജീവിതത്തിൽ മാത്രമല്ല, ഇപ്പോൾ അവരുടെ ജോലിയിടങ്ങളിലും അതുപോലെ പൊതു ഇടങ്ങളിലുമെല്ലാം ഇത്തരം ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക് ഒരു അഡ്ജസ്റ്റബിലിറ്റി പ്രശ്നമുണ്ടോ, അല്ലെ ഇവരെ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ, അതോ കുടുംബങ്ങളിൽ മാത്രമാണോ ഇവരെ കൊണ്ടുള്ള ബുദ്ധിമുട്ട്? ഒരിക്കലുമല്ല. ഇവര് സൗഹൃദങ്ങളുടെ ഇടയിലും
ഇല്ലെങ്കിൽ നമുക്കൊരു നാർസിസ്റ്റ് ആയിട്ടുള്ള ഒരു ബോസ് ഉണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു ബോസിന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ. നമുക്ക് വളരെ അടുത്തൊരു സുഹൃത്ത് നാർസിസ്റ്റ് ആണെങ്കിൽ അവരുടെ കൂടെ ആ സൗഹൃദം കീപ്പ് ചെയ്ത് പോകാൻ ഡിഫിക്കൽട്ടി തന്നെയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് വളരെ ക്ലോസ് നിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്സിനകത്ത്, പ്രത്യേകിച്ച് ലൈഫ് പാർട്ട്ണർ ഇല്ലെങ്കിൽ മക്കള്, പാരൻസ് എന്നുള്ളവരാണ് കൂടുതൽ അഫക്റ്റഡ് ആവുക എന്നുള്ളത്. കാര്യം ഇവരുടെ ഫുൾ ബ്ലോൺ ആയിട്ടുള്ള പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഇവരുടെ ഡിഫിക്കൽട്ട് ഫേസസ് കൃത്യമായിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്യേണ്ടി വരുന്നവർ ഏറ്റവും കൂടുതൽ കൂടെ ജീവിക്കുന്ന വ്യക്തികളായിരിക്കും. പക്ഷെ ഫ്രണ്ട്ഷിപ്സിൻ്റെ ഇടയിൽ ഇത് കാണാറുണ്ട്. ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് സെക്ടറിൽ അല്ലെങ്കിൽ അല്ലാതെയുള്ള ഓഫീസുകളിൽ, പല സ്കൂളിൽ മേലധ്യാപകൻ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പളോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓർഗനൈസേഷൻ്റെ ഹെഡോ ആ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയോ ഒക്കെ നാർസിസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്ക് ആ ജോലി സ്ഥലം ഭയങ്കര ഒരു ഫർണസ് പോലെ, വാക്കിംഗ് ഓൺ ദ എഗ്ഷെൽസ് എന്ന് പറയുന്നത് പോലെ സ്ട്രെസ്ഫുൾ ആയിരിക്കും. അത് ആ വിക്ടിം ആകപ്പെടുന്ന ആളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുക. നമ്മൾ സാധാരണ കുടുംബജീവിതത്തിലാണെങ്കിലും ഇപ്പം നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും ഓരോ വ്യക്തികളെ നമ്മൾ അങ്ങനെ ഒരു ഗേജിൽ നമ്മൾ അവരെ അളക്കാറില്ല. ഇദ്ദേഹം ഇങ്ങനെ ഒരു സവിശേഷത, ആ ഒരു തരം ചിന്തയൊന്നും വരത്തില്ല. ഇപ്പം പ്രത്യേകിച്ച് ഇത്തരമുള്ള ഈ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഫാമിലിയിലൊക്കെ ഇത് എങ്ങനെയാണ്, ഇതിൻ്റെ ഒരു സിംറ്റം എന്താണ്? ഒരു നാർസിസ്റ്റ് ആണ്, അവരുടെ ഒരു സ്വഭാവ സവിശേഷതകൾ, അവരുടെ ഒരു പ്രവർത്തന ശൈലി, പ്രവർത്തന രീതി ഒക്കെ എങ്ങനെയാണെന്ന് വിശദീകരിക്കാമോ? സാധാരണഗതിയിൽ ഇവര് മറ്റുള്ള വ്യക്തികൾക്ക് വളരെ നല്ലൊരു വ്യക്തിയായിട്ട് തോന്നാം. ഇപ്പോൾ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് അല്ലെങ്കിൽ എൻ്റെ ലൈഫ് പാർട്ട്ണർ ഒരു നാർസിസ്റ്റ് ആണെങ്കിൽ എൻ്റെ കുടുംബത്തിലെ മറ്റുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഈ വ്യക്തി എന്ന് പറയുന്നത് വളരെ നല്ലൊരു വ്യക്തിയായിരിക്കും. അവരോട് നല്ല രീതിയിൽ ഇടപഴകും. എങ്ങനെയാണോ ഐഡിയലിസ്റ്റിക് ആയിട്ട് ഒരു വ്യക്തി ഇടപഴകണം എന്ന് ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ ഇടപഴകും. സമൂഹത്തിൽ ഇയാൾ നല്ലൊരു വ്യക്തിയായിരിക്കും. അവരുടെ സെൽഫ് ഇമേജ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് എക്സ്റ്റെൻറ്റ് വരെയും പോയി കാര്യങ്ങൾ ചെയ്യും. പക്ഷേ തിരിച്ച് ഒരു ഇൻറ്റിമേറ്റ് റിലേഷനോത്തോട്ടോ അല്ലെങ്കിൽ ഒരു ക്ലോസ് റിലേഷൻഷിപ്പിലോട്ടോ വന്നു കഴിയുമ്പോൾ അവരുടെ ഈഗോയെ ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യവും അവിടെ നടക്കാതിരിക്കാൻ വേണ്ടി അവർ ശ്രമിക്കും. ഈ ഈഗോ ഹേർട്ടിങ് സമൂഹത്തിൽ നിന്ന് ഉണ്ടാവാനും അവർ സമ്മതിക്കില്ല. പക്ഷേ അതിനുള്ള പോസിബിലിറ്റീസ് കുറവാണ് അല്ലെങ്കിൽ അതിനുള്ള ഫ്രീക്വൻസി കുറവാണ് എന്നുള്ളത് കൊണ്ട് അത് മാസ്ക് ചെയ്യപ്പെടാൻ അവർക്ക് എളുപ്പമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും സമൂഹത്തിന് ഇവരൊരു നാർസിസ്റ്റ് ആണെന്നോ അല്ലെങ്കിൽ ഇയാളുടെ അടുത്ത് ഇത്രയും ക്രൂരതകൾ ഉണ്ടെന്നോ മനസ്സിലാവാതെ പോകുന്നത്. പക്ഷെ അടുത്ത് ഇടപഴകി ജീവിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആ വിക്ടിം ആകുന്ന വ്യക്തി ആരാണോ അവരുടെ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും, സാധാരണ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഓംലെറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓംലെറ്റ് ഉണ്ടാക്കി കൊണ്ട് കൊടുത്താൽ അവർ കണ്ടുപിടിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ബുൾസൈ അടിക്കാൻ വെച്ചിരുന്ന മുട്ട എടുത്ത് നീ ഓംലെറ്റ് അടിച്ചു, ഓംലെറ്റ് അടിക്കാൻ വെച്ചിരുന്ന മുട്ട എടുത്ത് ബുൾസൈ അടിച്ചു എന്ന് പറയുന്ന അവസ്ഥയിൽ ഏത് കാര്യത്തിനാണ് കുറ്റം പറയുന്നത് എന്നുള്ള ഒരു ആധിയിലായിരിക്കും എപ്പോഴും ഇവരുടെ കൂടെ നിൽക്കുന്നവർ ജീവിക്കേണ്ടി വരിക. അതേസമയം നമുക്ക് സ്വയം നമ്മളിൽ തന്നെ കൺഫ്യൂഷൻസ് തോന്നും. ഇപ്പം ഞാനൊരു കാര്യം പറയാൻ ശ്രമിക്കുന്നു, ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ എന്ന് വളരെ സൗമ്യമായിട്ട് പറയുമ്പോൾ പോലും ഒരുപക്ഷെ അവർ തിരിച്ചു ചോദിക്കുക, നീ എന്തിനാണ് ഈ കിടന്ന് ചാടുന്നത്? എപ്പോൾ നോക്കിയാലും ഇതുപോലെ ദേഷ്യമാണല്ലോ, എന്തിനാണ് ഈ ദേഷ്യപ്പെടുന്നത്? സമാധാനമായിട്ട് സംസാരിച്ചുകൂടെ? എനിക്ക് ചെവി കേൾക്കാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് തിരിച്ച് നമ്മളെ ബ്ലെയിം ചെയ്യുന്ന ഒരവസ്ഥയിൽ കൊണ്ടുവരും. അപ്പോൾ ഇത് റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുമ്പോൾ സ്വയം ഈ വിക്ടിമിനെ തോന്നുന്നു, ശരിക്കും ഞാൻ ഇനി അങ്ങനെ ആണോ? എനിക്ക് ഈ പറയുന്ന രീതിയിൽ ദേഷ്യം കൂടുതലാണോ? ഞാൻ ഇയാളോട് ദേഷ്യപ്പെട്ടാണോ സംസാരിക്കുന്നത്? ഞാൻ കുറച്ചുകൂടെ മയപ്പെടേണ്ടുന്ന ആവശ്യകതകളുണ്ടോ എന്ന് ഈ വിക്ടിമിന് തോന്നാം. അപ്പം അത് അവരുടെ സെൽഫ് കോൺഫിഡൻസിനെ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പോകാം. നല്ലതെന്ന് വിചാരിച്ച് നമ്മൾ പലപ്പോഴും പറയുന്ന നാർസിസ്റ്റിന് ഒരിക്കലും അവരുടെ കുറ്റങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഇഷ്ടമല്ല. അവരുടെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റിയാൽ പോലും അവരതിനെ പറയുന്നത് മറ്റൊരാൾ കാരണമാണിത് സംഭവിച്ചത്, നീ ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടാണ് എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ആയിപ്പോയത്, ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് നീ ഇത് ചെയ്യരുത് എന്ന്. ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന പാർട്ട്ണർ പലപ്പോഴും ഞാൻ അതിനെ എപ്പോഴും എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞേ, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും അങ്ങനെ ഒരു ആക്ഷൻ എടുത്തത്, ഞാനിതൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ളൊരു അവസ്ഥയിൽ കൺഫ്യൂസ്ഡ് ആകുന്ന ഒരവസ്ഥ ഈ വിക്ടിമിനുണ്ടാവും. പക്ഷെ ഇയാൾ വളരെ സ്വാഭാവികമായി ഉണ്ടായ പ്രശ്നങ്ങൾ മുഴുവൻ മറ്റൊരാളുടെ തലയിൽ കൊണ്ടുവന്നിട്ടിട്ട് ഇതെല്ലാം നീ കാരണമാണ് എന്ന് പറയും. ഇതിനോടൊപ്പം തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുക. അത് എല്ലാ രീതിയിലും, ഇമോഷണലി,
ഫിനാൻഷ്യലി, ഫിസിക്കലി എല്ലാം ഈ വ്യക്തിയുടെ പുറത്ത് ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കും. ഈ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യം ഇവർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ലവ് ബോംബിംഗ് ആണ്. അതായത് എനിക്ക് നിന്നെ ഭയങ്കര സ്നേഹമാണ് എന്നുള്ള നിലയിൽ ഒരു ഫോഗ് ക്രിയേറ്റ് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞ് സ്വാഭാവികമായും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ സോഷ്യൽ റിലേഷൻസ്, നമ്മുടെ ഫ്രണ്ട്സിൽ നിന്ന് നമ്മളെ അകറ്റുക, നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മളെ അകറ്റുക, ഈ രീതിയിൽ ഇയാളിലേക്ക് മാത്രം ഏതൊരു കാര്യത്തിനും എനിക്ക് ഇയാളെ സപ്പോർട്ടുള്ളൂ എന്നുള്ളൊരു നില മാനിപ്പുലേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തെടുക്കും. ഇതൊക്കെ ഒരു ബേസിക് ആയിട്ട് വിക്ടിം അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങളാണ്. ഇതിലേക്ക് എല്ലാം നയിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ സെൽഫ് ഓറിയന്റേഷൻ അല്ലെങ്കിൽ സെൽഫിഷ്നെസ്സിൻ്റെ പീക്ക്, എമ്പതി ഇല്ലായ്മ, ഞാൻ എൻ്റെ കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഏത് എക്സ്റ്റെൻറ്റ് വരെയും പോകാനുള്ള മടിയില്ലായ്മ, ഇതൊക്കെയാണ് ഈ ആരാണോ നാർസിസിസ്റ്റ് അവരുടെ ക്വാളിറ്റീസും അങ്ങനെ ഒരു വ്യക്തിയുടെ കൂടെ ജീവിക്കേണ്ടി വരുമ്പോൾ നമുക്ക് കണ്ടുവരുന്ന അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്ത് കിട്ടുന്ന വിക്ടിമിന് കിട്ടുന്ന ബിഹേവിയർ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ രീതിയിലുള്ളതുമാണ്. അതുപോലെ ഈ ഒരു സ്വഭാവ വൈകല്യം, ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ, അതോ സ്ത്രീകൾക്കും ഇത്തരം ഒരു ഡിസോർഡർ ഉണ്ടോ, അതോ രണ്ടു കൂട്ടർക്കും ഇത് ഒരുപോലെ, ഇത് ഏത് ജെൻഡറിനാണെങ്കിലും ഇത്തരം ഒരു സ്വഭാവ വൈകല്യം വരാൻ സാധ്യതയുണ്ട്? ഇതിനകത്ത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഇന്ന ജെൻഡറിന് കൂടുതൽ വരും എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. സ്ത്രീകളുമുണ്ട് പുരുഷന്മാരുമുണ്ട്. നാർസിസിസ്റ്റ് ആയിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും ധാരാളമുണ്ട്. പലപ്പോഴും വിക്ടിമൈസ് ചെയ്യപ്പെടുമ്പോൾ സ്ത്രീകളാണ് വിക്ടിം എന്ന് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു സോഷ്യൽ സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതായത് എവിടെയെങ്കിലും ഈ സ്ത്രീ പരിഹാരം കാണുന്നതിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് നമ്മുടെ കൾച്ചറിൽ അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ചില പ്രിവിലേജസിൻ്റെ ഭാഗമായിട്ടൊക്കെ എവിടെയെങ്കിലും ഇമോഷണൽ പ്രോബ്ലംസ് ഷെയർ ചെയ്യാൻ ഉള്ള ഒരു മെൻറ്റാലിറ്റി സ്ത്രീകൾക്കുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾ വന്ന് പറയുന്ന ഇമോഷണാലിറ്റീസ് കേൾക്കാനും ഒരു പരിധിവരെ എവിടെയെങ്കിലും ഒരു പ്ലാറ്റ്ഫോം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇവർ പറയാൻ തയ്യാറായി കഴിഞ്ഞാൽ ആദ്യമൊക്കെ പലപ്പോഴും അത് അവന് സ്നേഹം കൂടുതലുള്ളത് കൊണ്ടല്ലേ നീ അത് അഡ്ജസ്റ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് കേൾക്കുമെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇവരെ കേൾക്കാനുള്ള ആൾക്കാർ കൂടുതലാണ്. മാത്രമല്ല ഇമോഷണലി കുറേ കാര്യങ്ങൾ വെന്റ് ഔട്ട് ചെയ്ത് തീർക്കാനുള്ള സൊല്യൂഷൻ കിട്ടിയില്ലെങ്കിൽ പോലും ഇമോഷണൽ വെന്റിങ് ഔട്ടിനുള്ള പ്ലാറ്റ്ഫോംസ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കിട്ടും. പക്ഷെ ഒരു വിക്ടിം എന്ന് പറയുന്നത് ഒരു പുരുഷനാണ് എന്നുണ്ടെങ്കിൽ ഈ നമ്മളുടെ കൾച്ചറിൽ, പ്രത്യേകിച്ച് ഒരു മലയാളി കൾച്ചറിൽ, നമുക്ക് ഒരു പുരുഷന് എൻ്റെ ഭാര്യ എന്നെ ഇതുപോലെ പീഡിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇമോഷണലി ഞാൻ ഇത്രയും ബുദ്ധിമുട്ടുകയാണ്, ഞാൻ ആ വ്യക്തിയിൽ ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആണ് എന്നുള്ള നിലയിൽ പോയി വേറൊരാളോട് പറയാനുള്ള അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോംസ് കുറവാണ്. പ്ലാറ്റ്ഫോം കുറവാണ് എന്ന് പറയുമ്പോഴും നമ്മൾ നമ്മുടെ ആൺകുട്ടികളെ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടുന്ന സാഹചര്യം വന്നാൽ ഹെൽപ്പ് സീക്ക് ചെയ്യണം. ഒരു ഇമോഷണൽ ഹെൽപ്പ് എടുക്കേണ്ടുന്ന സാഹചര്യം വന്നാൽ അത് ചെയ്യണം. നീ കരയേണ്ടി വന്നാൽ കരയണം എന്ന് നമ്മൾ ഒരിക്കലും ട്രെയിൻ ചെയ്യിക്കാറില്ല. പലപ്പോഴും ഇതുപോലെ പോയി ആരുടെങ്കിലും പറയേണ്ടി വന്നു കഴിഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ പുരുഷനല്ലാതെ കാണുമോ, എൻ്റെ പുരുഷത്വത്തെ ചോദ്യം ചെയ്യുമോ എന്നുള്ള ഒരു കൺഫ്യൂഷനും കൂടെ ഈ വ്യക്തിക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ ഈ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന ഒരു സ്വഭാവ വൈകല്യം വരുവാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? അതായത് പേരൻറ്റിങ്ങിൻ്റെ പ്രശ്നം മൂലമോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫാമിലി ഇഷ്യൂസിൻ്റെ കാരണമോ, മറ്റെന്തെങ്കിലും ജനിതക വൈകല്യമോ, അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടോ ഇത്തരം ഒരു വൈകല്യത്തിന്? നമ്മളൊരു ജനിതക വൈകല്യം എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ഒരു ഡൗൺ സിൻഡ്രോം ഒക്കെ പറയുന്നത് പോലെ ഒരു സ്പെസിഫിക് ക്രോമസോം ഐഡൻറ്റിഫൈ ചെയ്തിട്ടൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിക്ക്. പക്ഷേ ദിസ് റൺസ് ഇൻ ദ ഫാമിലി. നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലുമൊക്കെ നാർസിസിസ്റ്റ് ആയിട്ടുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ അടുത്ത ജനറേഷനിലും നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. പാരൻറ്റിങ് സ്റ്റൈല് നമ്മളുടെ ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിനകത്ത് നേച്ചറിനും നർച്ചറിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഒരു ടഗ് ഓഫ് വാർ ഒക്കെ ഉള്ള ഒരു ഏരിയ ആണെങ്കിൽ, തിയറിറ്റിക്കലി അങ്ങനെ ഒരു ഏരിയ ആണെങ്കിൽ പോലും നേച്ചറിനും നർച്ചറിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. നേച്ചർ എന്ന് പറയുന്നത് ജനറ്റിക്കലി ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന കാര്യങ്ങൾ, നർച്ചർ എന്ന് പറയുന്നത് നമ്മുടെ സറൗണ്ടിങ്സ്. ഈ സറൗണ്ടിങ്സിൽ ഏറ്റവും
ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഫാമിലി എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ പാരൻസ് എന്ന് പറയുന്ന പാരൻറ്റിങ് സ്റ്റൈൽ എങ്ങനെയാണ് എന്നുള്ള വളരെ പെർമിസീവായിട്ടുള്ള എല്ലാ കാര്യത്തിനും ഈ വ്യക്തിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ കുട്ടി കുഞ്ഞായിരിക്കുമ്പോഴേ മുതൽ തന്നെ കുട്ടിയെ മാത്രം ഫോക്കസ് ചെയ്ത് കുട്ടിക്ക് അല്ലാതെ വേറൊരു കാര്യത്തിനും ഇമ്പോർട്ടൻസ് ഇല്ല, അവൻ്റെ ഇമോഷൻസ് അവൻ ഒരിക്കലും മാനേജ് ചെയ്യേണ്ട സാഹചര്യങ്ങളില്ല, അല്ലെങ്കിൽ വേറൊരാളെ കൺസിഡർ ചെയ്യേണ്ട സാഹചര്യമില്ല എന്നുള്ള നിലയിൽ വളർന്നു വരുന്ന ഒരു കുട്ടിയിൽ ഈ ട്രെയ്റ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊരു ഡിസോർഡറായി ഡെവലപ്പ് ചെയ്തോളണം എന്നൊന്നും നിർബന്ധമില്ല, പക്ഷെ ട്രെയ്റ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി അതൊരു ഡിസോർഡറായി മാറുമോ അതോ അയാളൊരു ബെറ്റർ പേഴ്സണാലിറ്റിയിലേക്ക് പോകുമോ എന്നൊക്കെ ഉള്ളത് ആ വ്യക്തിയുടെ മറ്റ് ഇൻ്ററാക്ഷൻസും അയാളുടെ കോപ്പിംഗ് സ്കിൽസിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അതുപോലെ എല്ലാത്തരം മാനസിക രോഗങ്ങൾക്കും ഇന്ന് ചികിത്സ ലഭ്യമാണ്. അതുപോലെ ഈ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനും ഇതിന് ചികിത്സയുണ്ടോ? അത് ട്രീറ്റബിൾ ആണോ? ഇത് ക്യൂറബിൾ ആണോ? നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ട്രീറ്റബിൾ ആണ്. അതിനകത്ത് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അതിനകത്തുള്ള ഒരു തടസ്സം അല്ലെങ്കിൽ എപ്പോഴും നമുക്കൊരു ഹിൻഡ്രൻസ് ആയി നിൽക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഷോർട്ട് ടേം പ്രോസസ്സ് അല്ല. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഏത് പേഴ്സണാലിറ്റി ഡിസോർഡർ എടുത്തു കഴിഞ്ഞാലും പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ലോങ് ഡ്യൂറേഷൻ ട്രീറ്റ്മെൻറ്റ്സ് ആണ്. സൈക്കോതെറാപ്പിയാണ് മെയിൻലി ചെയ്യേണ്ടി വരുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ലോങ് ഡ്യൂറേഷനിലുള്ള സാധനങ്ങളാണ്. രണ്ടാമത്തെ കാര്യം, പലപ്പോഴും ഈ നാർസിസിസ്റ്റിനെ ട്രീറ്റ്മെൻറ്റിന് വിധേയരാക്കാൻ അതൊരു ഹെർക്കൂലിയൻ ടാസ്ക് തന്നെയാണ്. കാര്യം അവർക്ക് ഇൻസൈറ്റ് ഉണ്ടാവില്ല. അതായത് അവർക്ക് അവരെക്കുറിച്ച് തന്നെ ധാരണ ഉണ്ടാവില്ല. ഞാനിതൊരു ട്രീറ്റ്മെൻറ്റിന് വിധേയരാകേണ്ടുന്ന കാര്യമാണ്, എൻ്റെ ഒരു മാനസിക പ്രശ്നമാണിത്, എനിക്കിത് മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റും എന്ന് അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അവർക്കതിനെക്കുറിച്ച് ഇൻസൈറ്റ് ഉണ്ടാവില്ല. ഇനി അഥവാ ഒരു പോയിന്റിൽ അവർ ഇൻസൈറ്റ് ഉണ്ടായി വന്നു കഴിഞ്ഞാൽ തന്നെയും ട്രീറ്റ്മെൻറ്റുമായി പൂർണ്ണമായും സഹകരിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. പലപ്പോഴും ബ്രേക്ക് ഓഫ് തെറപ്പീസ് ഉണ്ടാവും. ഒരു തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് മാറി വേറൊരു തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് ചിലപ്പോൾ പോയി എന്നിരിക്കാം. കണ്ടിന്യൂറ്റി ഉണ്ടാവണം എന്നില്ല. കുറേ നാൾ കഴിയുമ്പോൾ അവർ മതിയാക്കി വിട്ടിട്ട് പോകാം. ഇതുപോലെയൊക്കെയുള്ള സാധ്യതകളുണ്ട്. ഇതെല്ലാം ഇതിന് ബെറ്റർ റിസൾട്ട്സ് കാണാനും അല്ലെങ്കിൽ പൂർണ്ണമായും ക്യൂർ ചെയ്യും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള സാധ്യതകളെ കുറയ്ക്കുന്നു. അതുപോലെ ഈ ഒരു വൈകല്യം കണ്ടുപിടിക്കാൻ, അതായത് ഇത് ഏതൊരു ഏജിലായിരിക്കും ഇത് വിസിബിളായിട്ട് നമുക്ക് അനുഭവവേദ്യമാകുന്നത്? ടെൻഡർ ഏജിൽ ഇത്തരം ഒരു സവിശേഷത ഉണ്ടാകുമോ, അതോ ഒരു സെർട്ടൺ സ്റ്റേജ് കഴിഞ്ഞ ശേഷമാണോ ഇത് അനുഭവവേദ്യമാകുന്നത്? നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയണമെങ്കിൽ അതൊരു ഡയഗ്നോസ്റ്റിക് ടേമാണ്. പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് അത് നമുക്ക് പറയാനായിട്ട് മിനിമം ഒരു വ്യക്തിക്ക് 18 വയസ്സെങ്കിലും ആയിരിക്കണം. 18 വയസ്സിന് ശേഷം ഇതുപോലെയുള്ള സിംറ്റംസ് കാണുമ്പോൾ മാത്രമേ നമുക്കതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ ഇന്ന് നല്ലൊരു ശതമാനം ഒരു വിമുഖതയുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ ഞാൻ ഇതിന് ട്രീറ്റ്മെൻറ്റിന് പോയാൽ ഞാനൊരു മാനസിക രോഗിയായിട്ട് ആളുകൾ എന്നെ കണക്കാക്കുമോ, അതല്ലെങ്കിൽ അത്തരത്തിൽ എന്നെ കുടുംബത്തിൽ അല്ലെങ്കിൽ എന്നെ അറിയുന്നവരുടെയൊക്കെ എൻ്റെ വില പോകുമോ, ഇത്തരത്തിലൊക്കെയുള്ള ഒരു ചിന്താഗതികൾ ആളുകളുടെ ഉണ്ട്. അന്നേരം നല്ലൊരു കുടുംബാംഗങ്ങളും അല്ലെങ്കിൽ ഇത്തരം സ്വഭാവ സവിശേഷത കൊണ്ട് അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചുള്ള അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇവരെ ഒരു ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കുക എന്നുള്ളതാണ്. ഇവരെ എങ്ങനെ ഈ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കത്തക്ക വിധത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും? പലപ്പോഴും നമ്മൾ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ മറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ളവരുടെ ട്രീറ്റ്മെൻറ്റിനകത്ത് എടുക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് വിക്ടിമിന് അല്ലെങ്കിൽ മറ്റേ സൈഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്കാണ് ട്രീറ്റ്മെൻറ്റ് വേണ്ടുന്നത് എന്നുള്ള നിലയിൽ ഫാമിലി തെറപ്പീസ് വേണം എന്നൊക്കെയുള്ള നിലയിൽ കൊണ്ടുവന്ന് പതിയെ ട്രീറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. കാര്യം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇവരുടെ വിക്ടിംസിന് പലപ്പോഴും സൈക്കോതെറാപ്പീസും കൗൺസിലിങ്ങും ഒക്കെ ആവശ്യമായിട്ട് വരും. ഇവരുടെ കൂടെ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിന്. അപ്പോൾ പലപ്പോഴും നമ്മളിതൊരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലാണ് കാണുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ കൾച്ചറിൽ അതുമായി പൊരുത്തപ്പെട്ടു പോവുക, മക്കൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുക എന്നൊക്കെയുള്ള ഒരു സംഗതി പലപ്പോഴും ഈ പറയുന്ന വ്യക്തികളിൽ ഒരു ഫോഴ്സ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു കണ്ടീഷനിൽ അല്ലെങ്കിൽ സ്വയം തീരുമാനിച്ച് തന്നെ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഈ പാർട്ട്ണർക്കും
ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരും. ഇനി അഥവാ ഇതൊരു ഇങ്ങനെ ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിനകത്തല്ല, നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് നമ്മുടെ സൂപ്പർവൈസറാണ് ഇതുപോലൊരു നാർസിസിസ്റ്റ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ വിക്റ്റിമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുത്ത് എങ്ങനെ ഈ നാർസിസിസ്റ്റിനെ ഡീൽ ചെയ്യണം എന്നുള്ളത് പഠിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ നാർസിസിസ്റ്റിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വിക്ടിം സ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു സ്വഭാവ വൈകല്യം ഇപ്പോൾ ഉണ്ടെന്ന് ആ വ്യക്തിക്കറിയാം, അല്ലെങ്കിൽ അവരുമായിട്ട് അടുത്ത് ജീവിക്കുന്നവർക്കും അറിയാം. അന്നേരം ഇതൊരു ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ വേഴ്സ് കേസ് സിനാരിയോ ഇത് എത്രത്തോളം ഇത് അഡ്വേഴ്സ് ലെവലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്? നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അവരുടെ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ അവരുടെ കൂടെ ജീവിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ അവരുമായി ക്ലോസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നവരാണ് ഇതിൻ്റെ വിക്ടിംസ് ആവുക. ഇപ്പോൾ ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ടെങ്കിൽ ആ ഡിപ്രഷൻ്റെ ബുദ്ധിമുട്ട് മുഴുവൻ അനുഭവിക്കുന്നത് ആ ഡിപ്രഷൻ ഉള്ള വ്യക്തിയാണ്. പക്ഷേ ഇവിടെ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആകുമ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഏറെയും അനുഭവിക്കുന്നത് അവരുടെ കൂടെ ഉള്ളവരായിരിക്കും, ആ ക്ലോസ് സർക്കിളിനകത്തുള്ളവരായിരിക്കും. അപ്പോൾ അവർക്കാണ് കൂടുതൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവാനും ഒരു പക്ഷേ അവനവൻ്റെ സെൽഫ് കോൺഫിഡൻസ് മുഴുവൻ നഷ്ടപ്പെട്ട് അവനവനെ തന്നെ കൺഫ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺഫ്യൂഷനിലാക്കുന്ന സാഹചര്യങ്ങളുണ്ടായി അവനവൻ്റെ സെൽഫ് എസ്റ്റീം നഷ്ടപ്പെട്ട് പലപ്പോഴും ഡിപ്രഷനിലേക്കും ആങ്സൈറ്റിയിലേക്കും മേ ബി ഒരു സൂയിസൈഡ് അറ്റംപ്റ്റും ഒക്കെ നടത്തുന്ന അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ കൂടുതലും വിക്ടിമിനാണ് ഇതിനകത്ത് പ്രോബ്ലംസ് ഉണ്ടാവുക. ഇനി നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ ഈ വ്യക്തികൾക്ക് ഡിപ്രഷനോ ഒരു അണ്ടർലൈയിങ് ഡിപ്രഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആങ്സൈറ്റിയോ ഒക്കെ അണ്ടർലൈയിങ് ആയിട്ട് ഉണ്ടെങ്കിൽ എല്ലാ കേസിലും ഉണ്ടാവണമെന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളാണ് കൂടുതൽ ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ളവർക്ക് ഉണ്ടാവുന്നത്. പക്ഷേ ഇതിൻ്റെ വേഴ്സ് കം വേഴ്സ് സിനാരിയോ എന്ന് പറയുന്നത് പലപ്പോഴും വിക്ടിംസിൻ്റെ ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ അവരുടെ സെൽഫ് എസ്റ്റീം നഷ്ടപ്പെട്ട് ഒരു ഡിപ്രസീവ് സ്റ്റേജിലേക്കോ ഒക്കെ പോകുന്നതായിട്ടാണ് കാണാറുള്ളത്. അതുപോലെ ഇതൊരു നാർസിസ്റ്റ് ആണോ, ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണോ എന്ന് സംശയിക്കത്തക്ക മറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഉപവിഭാഗങ്ങൾ ചിലപ്പോൾ കാണാൻ സാധ്യതയില്ലേ? അതായത് യഥാർത്ഥത്തിൽ ഇതൊരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ആയിരിക്കില്ല, പക്ഷേ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്വഭാവ സവിശേഷതകൾ ഇതാണെന്ന് തെറ്റിദ്ധരിക്കത്തക്ക മറ്റെന്തെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങളുണ്ടോ? സാധാരണ അങ്ങനെ കൺഫ്യൂഷൻ തോന്നേണ്ടുന്ന കാര്യങ്ങളില്ല. നമുക്ക് കൺഫ്യൂഷൻ തോന്നുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഇതെല്ലാം എന്നോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യുന്നു എന്ന് പലപ്പോഴും പാർട്ട്നേഴ്സ് തെറ്റിദ്ധരിക്കുന്നതാണ്. ഇപ്പോൾ നീ എപ്പോഴും എൻ്റെ കൂടെ തന്നെ വേണം, നീ എവിടെ പോകുന്നു എന്നുള്ളത് കൃത്യമായിട്ട് എന്നെ അറിയിച്ചിരിക്കണം, നീ ഓൺലൈനിലിരുന്നിട്ട് എന്തിനാ എന്നോട് മിണ്ടാതിരുന്നത്, അല്ലെങ്കിൽ ഇത്ര മണിക്ക് ശേഷം ഈ കാര്യം ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, പിന്നെ എന്തിനാണ് അത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുമ്പോൾ ഇവരിതിന് തരുന്ന ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഇതിങ്ങനെയൊക്കെ ചെയ്താൽ നിനക്ക് ബുദ്ധിമുട്ടാണ് എന്നൊക്കെയുള്ള എക്സ്പ്ലനേഷൻ പലപ്പോഴും കിട്ടും. അല്ലെങ്കിൽ നമ്മൾ അതിനെ പലപ്പോഴും ആ രീതിയിൽ വ്യാഖ്യാനിക്കും. ഇത് എന്നോടുള്ള അമിതമായ സ്നേഹം, പൊസസീവ്നെസ് ആണ് എന്ന്. പൊസസീവ്നെസ് എന്ന് പറയുമ്പോൾ പോലും അതിനകത്തൊരു നെഗറ്റീവ് നൊട്ടേഷൻ ഉണ്ട്. പക്ഷെ നമ്മളത് വിക്ടിമായിട്ട് നിൽക്കുന്ന വ്യക്തി പലപ്പോഴും ചിന്തിക്കുന്നത് ഈ വ്യക്തിക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്, സ്നേഹക്കൂടുതൽ കൊണ്ടാണ് പലപ്പോഴും നമുക്ക് കിട്ടുന്ന, നമ്മൾ വേറൊരാളോട് പോയി പറയാൻ ശ്രമിച്ചാലും അവർ നമ്മളോട് പറയുന്നത് അവർക്ക് നിന്നെ എത്ര ഇഷ്ടമാണെന്നറിയോ, അതുകൊണ്ടല്ലേ നിന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്, നീ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്ക് എന്നുള്ള നിലയിലുള്ള ഉപദേശങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് അവിടെ പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത്. അതായത് ഇത് വേറൊരു ഡിസോർഡർ ആണോ എന്നുള്ള തെറ്റിദ്ധാരണയല്ല ഉണ്ടാവുക, ഇത് ഡിസോർഡറേ അല്ല, അത് എന്നോടുള്ള സ്നേഹമാണ് എന്നുള്ളതാണ്. ഇവർ പലപ്പോഴും നമ്മളോട് സ്നേഹമൊക്കെ കാണിക്കും, പക്ഷേ ഈ സ്നേഹം കാണിക്കുന്നത് അൾട്ടിമേറ്റ്ലി അതിൻ്റെ പുറകെ അവർക്ക് എന്തോ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ് വാസ്തവം. മാഡം വളരെ വിശദമായി തന്നെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചും അവരുടെ സവിശേഷതകളെ കുറിച്ചും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിനെ കുറിച്ചും എല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞ് നൽകുകയുണ്ടായി. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ ഇത്തരത്തിലുള്ള സ്വഭാവ സവിശേഷതകളുള്ള ആളുകളുടെ കൂടെ ബുദ്ധിമുട്ടി ജീവിക്കുന്നവരുണ്ട്. അതുപോലെ പ്രൊഫഷണൽ ഇടങ്ങളിലും ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. അന്നേരം അവർക്ക് അവസാനമായി നമുക്ക് അവർക്കൊരു ഉപദേശം നൽകാൻ പറ്റാവുന്ന എന്താണ്? ഒന്ന്, എത്രയും പെട്ടെന്ന് തിരിച്ചറിയുക ഇത് നാർസിസിസ്റ്റ് ആണ്, അല്ലെങ്കിൽ നാർസിസിസ്റ്റ് ആണ് എന്നുള്ള ഡയഗ്നോസിസിലേക്കൊക്കെ പോകുന്നതിനെക്കാട്ടിലും ഈ വ്യക്തിയുടെ ഇതുപോലെയുള്ള സ്വഭാവ സവിശേഷതകൾ എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ് എന്നുള്ളത് ഓരോ
വിക്ടിമം തിരിച്ചറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നമ്മൾ തിരിച്ചറിയുന്ന മൊമെൻറ്റ് മുതൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് മറ്റേ ആളെ ട്രീറ്റ് ചെയ്യാം എന്ന് ചിന്തിക്കുന്നതിനേക്കാളും ഈസിയറാണ് നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്നത്. അവിടെ പൊതുവേ ഇതുപോലെ ഒരു ടോക്സിക് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിയുടെ കൂടെ ജീവിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവർ ഭയങ്കര സബ്മിസീവായി എന്ത് കാര്യത്തിനും മറ്റേ ആളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ആ ഡിപ്പെൻഡൻസി കുറയ്ക്കുക, ഒരു കോഡിപ്പെൻഡൻസി ഒന്നും ഉണ്ടാക്കാതെ ഒരു ഇൻ്റർ ഡിപ്പെൻഡൻസി ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടുന്നത്. 2, നമ്മുടെ ബൗണ്ടറീസ് വളരെ കൃത്യമായി സെറ്റ് ചെയ്യുക. ഞാൻ ഏത് എക്സ്റ്റെൻറ്റ് വരെ പോകും, എനിക്ക് നിങ്ങളോടുള്ളൊരു അടുപ്പം ഞാൻ ഏത് എക്സ്റ്റെൻറ്റ് വരെ കാണിക്കും, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതിനിപ്പുറത്തേക്ക് എൻ്റെ അടുത്തേക്കും വരാൻ പാടില്ല. അത് ഫിസിക്കലി, ഫിനാൻഷ്യലി, ഇമോഷണലി, ഏതൊക്കെ രീതിയിലാണെങ്കിലും സോഷ്യലി ഒക്കെ ഇതാണ് എൻ്റെ ബൗണ്ടറി. ഞാനൊരു ലക്ഷ്മണരേഖ വരയ്ക്കുന്നത് പോലെ ഇതിനിപ്പുറത്തേക്ക് നിങ്ങളും വരാൻ പാടില്ല, ഇതിനപ്പുറത്തേക്ക് ഞാനും പോകില്ല എന്നുള്ളൊരു സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇത് നമ്മൾ ഒരു വിക്ടിം എന്നുള്ള നിലയിൽ അത് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടുന്ന സാധനം നമ്മളുടെ സ്കിൽസും നമ്മളെക്കുറിച്ചുള്ള അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിലെന്തൊക്കെയാണ് പ്രോബ്ലം ബിഹേവിയർ ആയിട്ട് മറ്റേ ആൾ കൊണ്ടുവരുന്നത്, ഇതിലേതൊക്കെ എന്നെ എങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നു, എനിക്കിതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള എന്തെല്ലാം സ്കിൽസ് ഇപ്പോൾ ഉണ്ട്, ഞാൻ ഇനി എന്തെല്ലാം ബിൽഡ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു സെൽഫ് അവെയർനെസ് ഉണ്ടാവണം. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, പലപ്പോഴും ഇവർ ഇമോഷണൽ ഗെയിംസ് കളിക്കും. നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യും. അതായത് അയാളായിരിക്കും പ്രശ്നമുണ്ടാക്കുന്നത്, പക്ഷെ തിരിച്ച് നേരെ കൊണ്ടുവന്നിട്ട് പ്രശ്നം മുഴുവൻ നമ്മുടേതാണ് എന്നുള്ള നിലയിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്ത് കാണിക്കുന്ന ഒരവസ്ഥയുണ്ടാവും. ഇതുപോലെയുള്ള മാനിപ്പുലേറ്റീവ് ബിഹേവിയേഴ്സ് ഇഷ്ടംമാതിരി ഈ പറയുന്ന മനുഷ്യർ കാണിക്കും. ഈ മാനിപ്പുലേറ്റീവ് ബിഹേവിയേഴ്സിനെ തിരിച്ചറിയുമ്പോൾ സ്വാഭാവികമായി നമുക്കുണ്ടാവുന്ന റിയാക്ഷൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മൾ അമിതമായി ദേഷ്യപ്പെടുന്ന, ഫൈറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അല്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം എന്താണ് ഇങ്ങനെ എന്ന് പറഞ്ഞ് അന്താളിച്ച് നിൽക്കുന്ന ഒരു ഫ്രീസിങ് മോഡിലേക്ക് പോകും. ഇതിൽ രണ്ടിൽ ഏത് മോഡിലേക്ക് നമ്മൾ വിക്ടിം എന്നുള്ള നിലയിൽ പോയി കഴിഞ്ഞാലും ഇവർ വീണ്ടും നമ്മളുടെ തലയിൽ കയറിയിരിക്കാനും നമ്മളെ ഭരിക്കാനും അവരുടെ ആധിപത്യം സ്ഥാപിക്കാനുമുള്ള സാധ്യത കൂടുതലാണ്. ആ ഒരു അവസ്ഥയിലേക്ക് പോകാതെ വളരെ പ്രാക്ടിക്കലായി ചിന്തിച്ചുകൊണ്ട് ഇമോഷണലി ഡിറ്റാച്ച്ഡായി നിൽക്കാൻ പഠിച്ചുകൊണ്ട് അസർട്ടീവ്നെസ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് വേണ്ടുന്നത്. അതിനോടൊപ്പം നല്ല സോഷ്യൽ റിലേഷൻസ്, നമ്മളുടെ റിലേഷൻഷിപ്സിനെ കട്ട് ചെയ്യാൻ അവർ ശ്രമിക്കും. ഫ്രണ്ട്സിനെ ഇല്ലാതെയാക്കാൻ, അവർ നിനക്ക് ദോഷമാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ ഫ്രണ്ട്സിനെ ഇല്ലാതെയാക്കാനൊക്കെ ശ്രമിക്കും. ഫാമിലിക്കകത്തുനിന്ന് നമ്മളെ അകറ്റാൻ ശ്രമിക്കും. ഇതൊക്കെ ബിൽഡ് ചെയ്ത് റീബിൽഡ് ചെയ്ത് ഒരിക്കലും സോഷ്യൽ നെറ്റ്വർക്കിങ്ങും അല്ലെങ്കിൽ ഒരു സോഷ്യൽ റിലേഷൻഷിപ്സും ഫാമിലിക്കകത്തുള്ള റിലേഷൻഷിപ്സും കളയുന്നില്ല എന്നുള്ള ബോധ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഈ വ്യക്തി അല്ലാതെ മറ്റ് വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് നമുക്കും ഒരു തിരിച്ചറിവുണ്ടാവണം. ആ തിരിച്ചറിവ് നമ്മൾ ഇവരിലേക്ക് കൊടുക്കാനേ ശ്രമിക്കണം. പലപ്പോഴും വേറൊരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്നുള്ള തിരിച്ചറിവ് അവർ ഒന്ന് ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവരെയും കൊണ്ടെത്തിക്കും. അത് നമുക്ക് മനസമാധാനം തരുന്ന ഒരു കാര്യമാണ്. അൾട്ടിമേറ്റ്ലി നമുക്ക് വേണ്ടുന്ന എന്താണ്? പീസ് ഓഫ് മൈൻഡാണ്. ആ പീസ് ഓഫ് മൈൻഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾക്ക് സാധിക്കും. ഇതൊക്കെ അത്ര ഈസി ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഈസി അല്ല. പക്ഷേ വിത്ത് ട്രെയിനിങ് ഈ റിലേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുള്ള ഒരു നിർബന്ധ അവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ ട്രെയിനിങ് കൊണ്ട് നമ്മൾ ഈ രീതിയിൽ നമ്മളുടെ സ്കിൽസിനെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവരെ ഒരു പരിധി വരെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ടും നമ്മളെ ഒരുപാട് ഇത് അഫക്റ്റ് ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും സാധിക്കും. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് ഇത്രയും സമയം വളരെ വിശദമായി ആർക്കും മനസ്സിലാകാവുന്ന രീതിയിൽ വളരെ നന്നായി വിശദീകരിച്ചു തന്ന ഡോക്ടറോടുള്ള നന്ദി i2i ന്യൂസ് പ്രേക്ഷകരുടെ നാമത്തിൽ അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. i2i News, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.